ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന നമ്മുടെ OnePlus 13s ഒരു റിവ്യൂ ആണ്. ക്വിക്ക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ റീസെന്റ് ഇപ്പോൾ സാധനം കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി അത് ഓർഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ X200 FEയും ഓർഡർ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് ഓർഡർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എന്തായാലും വഴിയേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ OnePlusന്റെ 13sന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 50,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് OnePlusന്റെ ആദ്യത്തെ ഒരു കോമ്പാക്ട് ഫോണാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇപ്പോൾ പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ 13R ആയിക്കോട്ടെ, 13Rനും 13ന്റെ ഒക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി അൺബോക്സിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ 13 സീരീസ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ OnePlusന് അത്യാവശ്യം നല്ല ഒരു കംബാക്ക് തന്നൊരു സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ ഒരു സോൾവിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈഫ് ടൈം ഫ്രീ വാറണ്ടിങ് ആണല്ലോ കൊടുത്തത്. അതൊരു പുതിയ ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഫുള്ളി പറയുന്നില്ല, എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്തി ആയിരിക്കും. അപ്പോൾ 13s എന്ന് പറയുമ്പോൾ രണ്ട് വേരിയൻ്റാണ് ഉള്ളത്. 12GB 256GB, 12GB 512GB. സ്റ്റാർട്ടിങ് വരുന്നത് 55,000 രൂപ. പക്ഷേ നിങ്ങൾക്ക് കാർഡ് ഓഫറും കാണാനൊക്കെ ഉണ്ടെങ്കിൽ 50,000 രൂപ കിട്ടും. മറ്റേ നമുക്ക് 60,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത്, മറ്റേ രണ്ടാമത്തെ വേരിയൻ്റ് വരുന്നത് കേട്ടോ. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഗ്രീനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് തന്നെയാണ് ഓർഡർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ 2 ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ലേസാണ് ഉണ്ട്. അപ്പോൾ ഞാനത് ട്രൈ നോക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഒരു ക്വിക്ക് ഓവർവ്യൂ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആയിരുന്നു ഡിസ്പ്ലേയിൽ തുടങ്ങാം. ഡിസ്പ്ലേ കിടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുതാണ്, 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉള്ളൂ. നമുക്ക് ഈ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ Xiaomi 15 ഉണ്ടല്ലോ, അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. 1.5K 6.3 ഇഞ്ചിൻ്റെ LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് 1 Hz to 120 Hz വരെ നമുക്ക് ഇതാവും. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1600 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിസിബിൾ ആണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതിലെ ഡ്രോബാക്സ് ഞാൻ മെയിനായിട്ട് ലാസ്റ്റ് പറയാം. പിന്നെ നമുക്ക് ബാറ്ററി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ 5850 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ബാറ്ററി എന്താ പറയുക, ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിനുള്ളത് നിന്ന് കിട്ടുന്നുണ്ട്. നമുക്ക് അറിയിക്കും അത് ബാറ്ററി വലിയ മോശമില്ല എന്ന് പറയാം. നമുക്ക് ഇതിനായിട്ട് വലിയ ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ X200 FE വരുന്നുണ്ട് കോമ്പാക്ട് ഫോണിൽ തന്നെ. പക്ഷേ എന്നാലും 5850 രൂപ എന്ന് പറയും, അല്ല mAh ബാറ്ററി എന്ന് പറയുമ്പോൾ വലിയ മോശമില്ലാത്ത ബാറ്ററി തന്നെയാണ്. നമ്മുടെ S23 Ultra വലിയ ബാറ്ററിയാണെന്ന് പറയാം. ഇത് ആക്ച്വലി സിലിക്കൺ കാർബൺ ടെക്നോളജി വരുന്ന ബാറ്ററി അല്ല കേട്ടോ. നമ്മുടെ X200 FE വരുന്നത് സിലിക്കൺ കാർബൺ ടെക്നോളജി വരുന്ന ബാറ്ററിയാണ്. നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞെന്ന് മാത്രമല്ല കേട്ടോ. പിന്നെ പറയാനുള്ളത് ക്യാമറയാണ്. ഇതിൽ 2 മെയിൻ ക്യാമറ സെൻസേഴ്സ് മാത്രമേ. അതാണ് എനിക്ക് വേറൊരു കോണായിട്ട് തോന്നിയത്. നമുക്കിതിൽ എന്താ പറയുക, ടെലിഫോട്ടോ വരുന്നുണ്ട്, മെയിൻ ക്യാമറയും വരുന്നുണ്ട്. 250 മെഗാപിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ സെൽഫി ആകുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്, ഈ ഫോണിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. അത് ഞാൻ എന്താ പറയുക കോൺസിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ സംഭവങ്ങൾ. പിന്നെ നമുക്ക് വരുന്നത് എന്താ പറയുക പ്രൊസസ്സറാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്. സ്നാപ്ഡ്രാഗൺ 888 ആണ്, എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. DDRX 5X റാമാണ് വരുന്നത്. UFS 4.0 ആണ് വരുന്നത്. UFS 4 തന്നെയാണ്. നമുക്ക് അതിലൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല. പെർഫോമൻസിലും നിങ്ങളൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ് ഒരു ഫോൺ, കോമ്പാക്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ സാധനം കണ്ണും പൂട്ടിയെടുക്കാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇഷ്യൂ വരുന്നത് നമ്മുടെ എന്താ പറയുക ഇതിലാണ്, എന്താ പറയുക ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലാണ് മെയിൻലി. ബിക്കോസ് ഒരു സെൻസർ കുറവാണ്. അല്ലാണ്ട് ഉള്ള ക്യാമറ സെൻസർ അല്ലെങ്കിൽ ഉള്ള ക്യാമറ മോശമായിട്ടല്ല, പക്ഷേ ക്യാമറ സെൻസർ ഒരെണ്ണം മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്യാമറ സെൻസറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി ഇതിൽ പ്രൈമറി മെഗാപിക്സൽ വരുന്നത് 50 മെഗാപിക്സലിൻ്റെ f1.8 എന്താ പറയുക ഇതാണ് സെൻസറാണ് വരുന്നത്. PDAF-ഉം അതുപോലെ തന്നെ CAF-ഉം LTAF-ഉം OIS സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. 4K 60 FPS സപ്പോർട്ടും വരുന്നുണ്ട്. ടെലിഫോട്ടോ 50 മെഗാപിക്സൽ തന്നെയാണ്. f2.0 ആണ് വരുന്നത് കേട്ടോ. EIS ഉള്ളൂ, OIS ഇല്ല. 2x ഒപ്റ്റിക്കൽ സൂമാണ് വരുന്നത്. അതും ഒരു ഡ്രോബാക്ക് ആണ്. 2x 3x വെക്കണമായിരുന്നു. 50 മെഗാപിക്സൽ സെൻസറിൽ അതിന് കാപ്പബിൾ ആണ്, പക്ഷെ എന്തായാലും 2x സപ്പോർട്ടാണ് കൊടുത്തുള്ളൂ. അത് ഒരു പ്രോബ്ലമാണ്. സെൽഫി ക്യാമറ 32 മെഗാപിക്സലിൻ്റെ ആണ്. f2.0 ആണ് വരുന്നത്. EIS സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. 4K 30 FPS മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ സെൻസർ മെയിൻ എൻ്റെ എന്താ പറയുക സെൻസർ എന്ന് പറയുന്നത് സോണി LYT 700 ആണ്. അതൊരു ഭയങ്കര ലേറ്റസ്റ്റ് സെൻസർ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഓക്കേഷാണ്. നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രോസസ്സിങ് അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. ഇതിനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മെയിൻ ഡ്രോബാക്സിൽ എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എന്താ പറയുക നമ്മൾ ഈ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക സ്പെക്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഡ്രോബാക്ക് തന്നെ വേണമെങ്കിൽ പറയാം. മെയിൻ ആയിട്ടുള്ളത് ഇതിലൊരു സെൻസർ അവർ മിസ് ചെയ്തു. വൈഡ് ആംഗിൾ ലെൻസ് അവർ മിസ് ചെയ്തു. ശരിക്കും അത് അവർ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. നമ്മുടെ X200 FE അതും വെച്ചിട്ടാണ് വരുന്നത്. പറയുമ്പോൾ 8 മെഗാപിക്സൽ ഉള്ളൂ, എന്നാലും അത് ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇഷ്യൂ എന്താ പറയുക ഈ എന്താ പറയുക ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഇവരുടെ
നമ്മുടെ ഈ ഡിസൈൻ ഉണ്ടല്ലോ, എനിക്ക് അത് ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. എനിക്ക് പക്ഷേ വലിയ അങ്ങോട്ട് താല്പര്യമായിട്ട് തോന്നിയില്ല ഡിസൈൻ. നോർമൽ അവരുടെ 13 സീരീസിനെക്കാട്ടും ഡിഫറൻ്റ് ആണ്. പക്ഷേ എന്നാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അത് കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇഷ്ടം. അതിനെ പ്രത്യേകിച്ച് കോണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ പറയുമ്പോൾ നമ്മളതിൽ കോണിൽ പറഞ്ഞൊന്നും മാത്രമല്ല കേട്ടോ. അയ്യോ, ഞാൻ വാച്ച് കെട്ടാൻ പറഞ്ഞു, ഇപ്പോൾ ഓർമ്മ വന്നേ. പിന്നെ നമുക്ക് അടുത്ത കോൺ പറയാനുള്ളത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസിൽ 3x ഇല്ല, 2x സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതും എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പ്രോസ് പറയാനുള്ളത് നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടും. നിങ്ങൾക്ക് ഗെയിമിംഗ് ഫോണായിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പറയുമ്പോൾ അത്രയും കോമ്പാക്ട് ഫോൺ ആരും ഗെയിമിംഗ് ഉപയോഗിക്കാറില്ല, എന്നാലും പക്ഷേ നിങ്ങൾക്ക് ഗെയിമിങ്ങിനായിട്ട് ഉപയോഗിക്കാം, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണായിട്ട് ഉപയോഗിക്കാം. പിന്നെ കോമ്പാക്ട്നെസ് ഉണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്, നിങ്ങൾക്ക് മീഡിയ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ കുറേ കോൺസോളുണ്ട്. പ്രത്യേകിച്ച് പിന്നെ 50 രൂപയുടെ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ 50 രൂപ റേഞ്ചിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് കോമ്പറ്റീഷൻ ആയിട്ടുള്ളത് ശരിക്കും നെക്സ്റ്റ് FE ഓൾറെഡി ലോഞ്ച് ആയിട്ടില്ലല്ലോ, എന്നുവെച്ചാൽ സെയിൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അതില്ലാത്ത സമയത്ത് ആക്ച്വലി ഇത് കോമ്പറ്റീഷൻ ആയിട്ട് ഇതിന് വരുന്നത് നമ്മുടെ Xiaomi 15 ആണ്. പക്ഷേ അതിനായിട്ടും 10,000 രൂപ കൂടുതലാണ്. പക്ഷേ അതിൽ 3 സെൻസർ, നമുക്ക് മെയിൻ സെൻസേഴ്സ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന് 3 ക്യാമറ സെൻസർ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളൊരു ഫോൺ ഈ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ Xiaomi 15 എടുക്കായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം OnePlus ആയിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ OnePlusൻ്റെ ഓക്സിജൻ വോയിസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ കിടലാണ്. ആനിമേഷൻ ആയിക്കോട്ടെ, അപ്ഡേറ്റ്സുകളായിക്കോട്ടെ, ഷോമിനെക്കാട്ടൊക്കെ ഭയങ്കര ബെറ്ററാണ്. അത് നിങ്ങൾ ഓൾറെഡി OnePlus ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയേണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ക്യാമറ ആണ് മെയിൻ ഫോക്കസ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ 50 രൂപ റേഞ്ചിൽ, 50-55 രൂപ റേഞ്ചിലാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു 5,000 രൂപ കൂട്ടിയിട്ട് Xiaomi 15 എടുക്കായിരിക്കും നല്ലത് കേട്ടോ. OnePlus നമുക്ക് ആക്ച്വലി ഒരു ഗുണം തരുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കാൻ വലിയ കാശൊന്നും വേണ്ട. 1000 രൂപ റേഞ്ചിലേക്ക് വേണ്ടോ. ഫോൺ വാങ്ങിച്ചിട്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആക്ച്വലി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 1000 രൂപ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. OnePlus 13R ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 800 രൂപ സംതിങ് ആണ് വന്നുള്ളൂ 1 ഇയർ എക്സ്റ്റെൻഡ് വാറണ്ടിക്ക്. അപ്പോൾ ഇതിനും ആ ഓഫറും OnePlus 13 എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അത് റേഞ്ച് അനുസരിച്ച് അതിൻ്റെ പ്രൈസ് കുറച്ച് ഡിഫറൻസ് വരും. OnePlus 13R കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ അത് നല്ല ഓഫറാണ്. അപ്പോൾ OnePlus ഓൾമോസ്റ്റ് കസ്റ്റമർ ഓറിയൻറ്റഡ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബോക്സ് ആയിക്കോട്ടെ, കസ്റ്റമർ സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം ബെറ്ററായിട്ട് വരുന്നുണ്ട്. അവർ ഇപ്പോൾ അവരുടെ ഫോൺ ഡിവൈസ് വെച്ചിട്ടാണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അവരിപ്പോൾ സോൾവ് ചെയ്തിട്ട് ലൈഫ് ടൈം വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. വേറെ ബ്രാൻഡ് ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല ലൈഫ് ടൈം വാറണ്ടി. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ OnePlus ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ പ്രിഫറൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അല്ലാത്ത പക്ഷം കണ്ണും മൂട്ടി സാധനം എടുക്കാം കേട്ടോ. ഹൈലി റെക്കമെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ നമ്മൾ വഴി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ X200 FE ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ട്. എന്തായാലും അത് സെയിൽ 24 തുടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ യെല്ലോ എടുക്കണോ ഗ്രേ എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി ഞാൻ X200 Pro ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ ഫോണായിട്ട് ഉപയോഗിക്കും. ഞാൻ ഇപ്പോൾ സാംസങ് S23 Ultra സൈഡിലേക്ക് മാറ്റി. ഞാനിപ്പോൾ പിക്സൽ സെല്ലൗട്ടായിട്ട് ഞാൻ പിക്സൽ മെസ്സേജ് അയക്കേണ്ട പിക്സൽ സെല്ലൗട്ടായി. അപ്പോൾ ഇനി അടുത്ത 2 ഫോണുകൾ വാങ്ങിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിച്ചിട്ട് സെല്ലൗട്ട് ചെയ്യാൻ നോർമലി പതിവെന്ന് വെച്ചാൽ നമുക്ക് റിവ്യൂ കിട്ടൊന്നും കിട്ടില്ലല്ലോ. അല്ലാത്ത പക്ഷം മലയാളത്തിൽ റീജിയണൽ ലാംഗ്വേജ് വലിയ ചാനലായ പോലും റിവ്യൂ കിട്ടുന്നൊക്കെ കിട്ടലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ചില ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ. റിയൽമി അങ്ങനത്തെ കുറച്ച് ലോക്കൽ ബ്രാൻഡുകളുണ്ടല്ലോ. ലോക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബഡ്ജറ്റ് കാറ്റഗറി ബ്രാൻഡുള്ളൂ. അവരൊക്കെ മാത്രമേ റിവ്യൂ കിറ്റൊക്കെ കൊടുക്കുന്നുള്ളൂ. റീജിയണൽ പ്രത്യേകിച്ച് മലയാളം എന്ന സംഭവത്തിൽ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഒന്നാമത് ആൾക്കാർക്ക് ഈ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ടെക്കോ ഫിനാൻസോ അങ്ങനത്തെ വലിയ നോളജബിൾ ആയിട്ടുള്ള സംഭവത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഈ സീരിയൽ പോലത്തെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ വേണ്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ആൾക്കാരും കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ഹിന്ദി ഓഡിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ആൾക്കാർ കുറവല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു നെഗ്ലിജിബിൾ ഉണ്ട് ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന്. ഒരു മലയാളി അല്ലെങ്കിൽ മലയാളി യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, മലയാളി ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ആർക്കായാലും വലിയ നല്ല എന്താ പറയുക ടെക് ബ്രാൻഡ് സംഭവമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നെഗ്ലിജിബിൾസ് അവർ തരുന്നുണ്ട്. പക്ഷേ അത്ര അധികം ആൾക്കാർക്കൊന്നും റിവ്യൂ കിട്ടും കാര്യമൊന്നും തരുന്നില്ല. മിക്ക ആൾക്കാരും ഇതുപോലെ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല മുതൽ മുടക്ക് വരുന്നൊരു സംഭവം തന്നെയാണ് ടെക് എന്ന പരിപാടി. പിന്നെ ഞാൻ ഇത് കുറേ എണ്ണം നമ്മൾ ഇതിൻ്റെ പർപ്പസിന് മാത്രമല്ല വാങ്ങിക്കുന്നത്. എനിക്ക് കുറച്ച് ടെക് ബ്രാൻഡ് ഉള്ളതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളതാണ്. പണ്ടും നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണാനായിട്ട് മുമ്പേ വാങ്ങിക്കാറുള്ളതാണ്. ഞാൻ ടെക് ഫീൽഡായിരുന്നു, പിന്നെ ഞാൻ ഫിനാൻസിലേക്ക് മാറിയത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണ്. എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ സ്മാർട്ട് ഫോൺ ആർട്ടിഫിഷ്യൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ അതിന് ശേഷം ഫിനാൻസിലേക്ക് മാറിയതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. അപ്പോൾ അതിൻ്റെ PM അടുത്ത വീഡിയോ കാണാം.